ഹലോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ മൈൻക്രാഫ്റ്റിൽ എന്താ പറയുക സർവൈവായി കളിക്കുമ്പോൾ പറ്റുന്ന ഒരു വീടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചെറിയ വീട് നമുക്ക് വീട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം കോബിൾ സ്റ്റോണ്, വുഡ് ഡോറ്, പിന്നെ സ്റ്റെയർ കേസ്, പിന്നെ ഓക്ക് പ്ലാങ്ക് വുഡ്, പിന്നെ ഒരു ഓക്ക് ഫെൻസ് വേണം നമുക്ക് ആവശ്യം. അപ്പോൾ ആദ്യം നമ്മൾ കോബിൾ സ്റ്റോൺ എടുക്കുക. നമ്മൾ എത്ര രീതിക്ക് എടുക്കണം. അപ്പോൾ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് 1 2 3 4 5 6 7 എണ്ണത്തിൻ്റെ എടുക്കുന്നു. 6 മതി നമുക്ക്. 6 രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടേക്ക് നമ്മൾ 6 കൊടുക്കണം. 2 3 4 5 6 ഇത് ഇവിടേക്കും 6 നമുക്ക് ഇവിടുന്ന് കൊണ്ട് 2 3 പിന്നെ ഇവിടെ 3 മതി. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകൂടി 7 ആക്കാം. എന്നിട്ട് കൊണ്ടുവരിക 1 2 3 4 5 6 പിന്നെ ഇവിടേക്ക് ഇങ്ങനെ കൂട്ടുക. സോറി ഗൈസ്. ഇവിടെയാണോ നോക്കണ്ടേ? നമുക്ക് രാവിലെ ആക്കാം കേട്ടോ. ഇത് കൊടുക്കുക, ടൈം കൊടുക്കുക, ഡേ കൊടുക്കുക, ഡേ. ഓക്കെ, ഇനി ഇവിടെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരെണ്ണം കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഇനി നമുക്ക് ഓക്ക് പ്ലാങ്ക്സ് എടുക്കുക, ഇവിടെ ഫില്ലാക്കുക. അതാണ് ഞാൻ അടുത്ത പരിപാടി. ഞാൻ എടുക്കുന്ന ഒരു നില വീടാണ് എടുക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ 2 ആക്കാം. ക്രിയേറ്റീവ് കളിക്കുന്നവർ. ഞാൻ ഇപ്പോൾ ക്രിയേറ്റീവാണ്. സർവൈവലിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇവിടെ ഒരു 4 മുകളിൽ കയറ്റിയിട്ട് എടുക്കാം. 1 2 പിന്നെ 4 നമുക്ക് ഇവിടെയും ഒന്നുകൂടി 4 വെച്ചിട്ടാക്കാം. 2 3 4 അതേപോലെ പാടി 1 2 3 4 1 2 3 4. നമുക്ക് കേരള സൈസ് ഇത്ര മതി. നമ്മൾ ഇവിടെ ആക്കുന്നു. നമ്മുടെ മുകളിൽ കൂടുതൽ കോബിൾ സ്റ്റോൺ എടുക്കുന്നത് വുഡ് എടുക്കണം. നമ്മൾ ഉള്ളിൽ നിന്നാണ് വാതിൽ എടുക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഓക്ക് പ്ലാങ്ക്സ് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഇവിടെ കോബിൾ സ്റ്റോൺ തന്നെ ആക്കണം. അത് നിർബന്ധമാണ്. ആക്കാം. വീടിൻ്റെ രീതിയാക്കണമെങ്കിൽ നമ്മൾ ഇതന്നെ എടുക്കണം. ഇവിടെ നമ്മൾ കൊണ്ട് ഇങ്ങനെ ചെയ്യണം. സ്റ്റെയർ കേസ് കൊടുക്കണം. നമ്മൾ ഇവിടെ ചെടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാം. ചെടി ആക്കുന്നില്ല. ബാക്കി വീട്ടിലേക്ക് പോകാം. ഇവിടെ അത് മാറ്റാം കേട്ടോ. ഇവിടെ ഹൈറ്റ് വേണ്ട, 4 വേണം. നമുക്കിത് ഇത്ര മതി. 3 ഹൈറ്റ് മുകളിൽ ഇത്ര മതി. ഇത് ധാരാളമാണ്.
അങ്ങനെ ആക്കിയ ശേഷം ഇവിടെ വുഡ് കൊണ്ട് നമ്മൾ ഓരോ കട്ട രീതി വെച്ചിട്ടാണ് മാറ്റേണ്ടത്. ഗ്ലാസ് ഇല്ലാത്തവർക്ക് അവിടെ ഫുള്ള് മൂടാം. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യണത്. ഇങ്ങനെ ചെയ്താൽ കുറേ ഭംഗി. സിമ്പിൾ വീട് ഉണ്ടാക്കണം കേട്ടോ. എല്ലാവർക്കും മറ്റൊരു വീട് ഉണ്ടാക്കണുള്ളൂ. ഇവിടെ നമുക്കൊരു വെക്കാം. ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കണം, ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഇവിടെ 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 നമ്മൾ ഫ്രീ ആക്കി ഇടുകയാണ്. നമുക്ക് കുറച്ച് ഗ്ലാസ് ഉള്ളത് എന്തായാലും ഇങ്ങനെ കട്ട വിട്ടിട്ട് ചെയ്താൽ മതി. കുറേ ഗ്ലാസ് ഉള്ളൊരു ഗ്ലാസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഗ്ലാസ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇത്രയും സ്ഥലം ബാക്കിയുണ്ട്. അത് റൂമാണ് ഉണ്ടാക്കുന്നത്. റൂമിന് ഇവിടെ ഇത്ര വലിയ റൂമൊക്കെ നമ്മൾ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ ഇവിടെ സിമ്പിൾ വീടിനതൊക്കെ മതി. ഇത് ബോറായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കയറി എടുക്കാനൊക്കെ വേണ്ടി കേസ് വേണ്ട. കുറച്ച് വലിയ വീടുണ്ടാക്കുന്നവർക്ക് മതി. നമുക്ക് ബെഡ് എടുക്കാം. ബെഡ് നല്ല കളർ ബെഡ് വേണ്ട, ഒരു ബ്ലാക്ക് കളർ എടുക്കാം. ഡബിൾ ബെഡ് വേണമെങ്കിൽ ഡബിൾ ബെഡില്ല. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആവശ്യമുണ്ട്. ടേബിള് പിന്നെ വേണ്ടി നമ്മൾ ഒരു മെഴുകുതിരി, മാറ്റിയിട്ട് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എടുക്കുക. ഇവിടെ എന്താ ഇഷ്യുള്ളൂ. റെഡി. നമുക്ക് ആവശ്യം എന്താ പറയാം, നമുക്ക് ഫർണൻസ് വേണം. ഫർണൻസ് ഇവിടുന്ന് മാറി ഇവിടെ ഒരെണ്ണം മതി. നമുക്കൊരു ചെസ്റ്റ് ഒരെണ്ണം വേണം. നമുക്ക് ഇരിക്കാൻ വലിയ സൗകര്യം ഉണ്ടെങ്കിൽ എടുക്കുക.
ഇവിടെ വേണ്ട. കാർപ്പറ്റ് എടുക്കുക. നമുക്ക് ഒരു സ്റ്റെയർ കേസ് നമ്മൾ പോയി നമ്മളെ കയ്യിൽ നിന്ന് നമുക്കൊരു സ്റ്റെയർ കേസ് എടുക്കുക. നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് ടോർച്ച്. തുറന്ന് നോക്കാം. എല്ലാതായി തോന്നുന്നു. നമുക്ക് ഡേട്ട് എടുക്കാം. ഡേട്ട് ഇവിടെ നമുക്ക് ടോർച്ചിലിഞ്ഞ് ലാൻഡ് വേണം. ലാൻഡ് നമ്മളിതിൽ പോയിട്ട് ലാൻഡ് എടുക്കുക. വാതിൽ മാറ്റി ഇവിടെ വരണം. നമുക്ക് ഇവിടെ വേണ്ട ഡോറ് കുറച്ച് ഫ്രണ്ടിക്കായിട്ട് കൊടുക്കുക. ഡോർ എടുക്കുക. മാറ്റാം. അടി കൂടെ വെക്കാം. ഇവിടെ വേണമെങ്കിൽ കോബിൾ സ്റ്റോൺ എല്ലാം സാധാ സ്റ്റോൺ. ഇതാണ് കോബിൾ സ്റ്റോൺ. കോബിൾ സ്റ്റോൺ എടുക്കാൻ പറ്റും. ഫർണിച്ചർ മാറ്റി കോബിൾ സ്റ്റോൺ എടുത്തിട്ട് അവിടെ വരണം. നമുക്ക് അവിടെ വരണം. നമുക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നമ്മൾ സ്റ്റോൺ എടുക്കുന്നു. ഇവിടെയും ഗൈസ് ഇത്രയുള്ള നമ്മളോട് ലൈക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ചെയ്യുക. ബൈ ബൈ.